നമസ്കാരം. സംഗീത സാന്ദ്രമായ അംചി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ്വിൻ ഗോൾഡൻ വോയ്സിന്റെ മൂന്നാം ഘട്ട മത്സരത്തിന് തിരി തെളിയുകയാണ്. മധുര സംഗീതത്തിന്റെ ഈണവുമായി മുംബൈയിലെ 20 ഗായകരാണ് മാറ്റുരയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മുടെ ഗായകർ നാടൻ പാട്ടുകളൊക്കെ പാടി തവം ഗ്രൂപ്പിൻ്റെ കൂടെ അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഇടയ്ക്ക് എലിമിനേഷനും വരും. നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എന്നാലും പക്ഷേ മത്സരങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ വിഷയങ്ങൾ വേണം മത്സരിക്കാനായി. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ഗായകർ ഒരു പുതിയ വിഷയം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് മുന്നിലെത്തുക. അതാണ് മെലഡി റൗണ്ട്. അപ്പോൾ ആ മെലഡി റൗണ്ടിനെ ഒരു ഔപചാരികമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. പതിനഞ്ചാമത്തെ കേരള സംസ്ഥാനമെന്ന് വിളിക്കാവുന്ന മുംബൈ മലയാളികൾ അവരുടെ മക്കളിൽ ഉള്ള സരസ്വതി ദേവിയെ പൂവിട്ട് പൂജിച്ച് ഇവിടെ അരങ്ങത്ത് കൊണ്ടുവരാനായിട്ട് ഈ സംഗമത്തിന് എത്ര ആശംസ നേർന്നാലും മതിയാവില്ല. നമ്മുടെ വിന്നേഴ്സിനെ ഇവിടെ കാത്തിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് 3 lakhs rupees and second prize 1 lakh rupees and third prize 50,000. അമ്മ മലയാളത്തെ സ്തുതിച്ചുകൊണ്ട് പ്രശസ്ത ഗായകനും ഗോൾഡൻ വോയ്സ് വിധികർത്താവുമായ കാവാലം ശ്രീകുമാറിന്റെ ഗാനത്തോടെയാകാം മെലഡി റൗണ്ടിന്റെ തുടക്കം. മലയാളമേ എൻ്റെ ജന്മസംഗീതമേ, അമ്മേ മലയാളമേ എൻ്റെ ജന്മസംഗീതമേ, കർമ്മധർമ്മങ്ങൾ തൻ പാഠം പഠിപ്പിച്ച പുണ്യവിദ്യാലയമേ, ധ്യാനധന്യ കാവ്യാലയമേ, അമ്മേ മലയാളമേ എൻ്റെ ജന്മസംഗീതമേ. ദാനമഹസിനാൽ ദേവനെ തോൽപ്പിച്ച ഭാവന നിന്റെ സ്വന്തം, ദാനമഹസിനാൽ ദേവനെ തോൽപ്പിച്ച ഭാവന നിന്റെ സ്വന്തം, സൂര്യ തേജസ്സു പോവാണോരഭാഗവ രാമനും നിന്റെ സ്വന്തം, അതിഥിക്കൈ നിന്റെ സ്വന്തം, കൂത്തുകേട്ടും കൂടിയാട്ടം കണ്ടും തിരനോട്ടം കൊണ്ടു എന്നെ ഞാനറിഞ്ഞു, അമ്മേ മലയാളമേ എൻ്റെ ജന്മസംഗീതമേ. अपना रियलिटी शो गुडविन गोल्डन वॉइस 2016 നാടൻ പാട്ട് മത്സരങ്ങൾ സമാപിച്ചു. ഇനി മത്സരം മുന്നോട്ട് തുടർന്നു പോകാനായി പുതിയ ഘട്ട മത്സരങ്ങളുമായിട്ടാണ് നമ്മുടെ ഗായകർ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. മെലഡി റൗണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ കാവാലം ശ്രീകുമാർ, പ്രീത മാം. ആദ്യമായിട്ട് തന്നെ മത്സരങ്ങൾ തുടർന്ന് പോവാനായി നമുക്ക് ആദ്യത്തെ മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. രാജലക്ഷ്മി സോമരാജ്. രാജലക്ഷ്മി, എങ്ങനെയുണ്ടായിരുന്നു നാടൻ പാട്ടിന്റെ ഒരു
എക്സ്പീരിയൻസ് തവം ഗ്രൂപ്പിന്റെ കൂടെ? അടിച്ചു പൊളിച്ചു. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് മെലഡി പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്? ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ബ്യൂട്ടിഫുൾ. അപ്പൊ ആ പാട്ട് ഒരു മാസ്റ്റർ പീസ് ആണോ? അല്ല, ആദ്യമായിട്ടാണോ പാടുന്നത്? ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ട് പാടുന്നത്. അപ്പോൾ പൊതുവെ പാടി എന്താ പറയുക, നല്ലോണം കോൺഫിഡൻസ് ഉള്ള പാട്ട് എടുക്കാതെ ഈ പാട്ട് എടുക്കുന്നതിന് എന്താ ഒരു റീസൺ? ഇഷ്ടമായി പാട്ട്, നല്ല കേട്ടപ്പോൾ നല്ല കഴിവ് തെളിയിക്കാൻ പറ്റിയ പാട്ടാണ്. അപ്പോൾ ഓക്കെ ഫൈൻ. അപ്പോൾ നല്ലതുപോലെ കഴിവ് തെളിയിക്കാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് രാജലക്ഷ്മി. താങ്ക് യു ചേച്ചി. ഇത് ആദ്യമായിട്ട് പാടിയതാണല്ലേ ഈ പാട്ട്? കേട്ടപ്പോഴും തോന്നി ആദ്യമായിട്ട് ഒരു പ്രാക്ടീസ് ഇല്ലാതെ പാടുമ്പോൾ ഇങ്ങനെയാണ്.
അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പാടിയാൽ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കേണ്ടായിരുന്നത്. എനിവേ, അപ്പോൾ നെർവസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ? വളരെ കൂളായി പാടാൻ പറ്റിയില്ലേ? അല്ല, ഉണ്ടായിരുന്നു. അങ്ങനെ പറയൂ ഗായകർ, എപ്പോഴും അതെ, ഇല്ല എന്ന് പറയേ ഇല്ല. എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം നമുക്ക്. കാവലം സർ. ലക്ഷ്മി, ഹലോ സർ. നന്നായിരുന്നു. താങ്ക് യു. പല്ലവി വളരെ നന്നായിരുന്നു. താങ്ക് യു. അത് ആലാപം ഒക്കെ നന്നായിരുന്നു. പിന്നെ ലേശം പേടിയൊക്കെ അപ്പോഴാണ് പേടിയുണ്ടെന്ന് മനസ്സിലായി തുടങ്ങി ഉള്ളിൽ. എനിക്കെന്താ പേടി വരാത്തെന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് പേടി വന്നു. അപ്പോൾ അനുപല്ലവിയിൽ ആലാപം നന്നായി. അതിൽ എൻഡിൽ മാത്രം ഒരു ആലാപില്ലേ, ഫസ്റ്റ് ലൈൻ പാടിക്കഴിയുമ്പോൾ ഒരു ആലാപുണ്ടല്ലോ അല്ലേ, അതിൻ്റെ എൻഡിലുള്ള ആ ലാൻഡിങ് ഒക്കെ കുറച്ച് പ്രശ്നമായി. പിന്നെ നിർനിദ്രയായി ഒഴുകി അവിടെ ശ്രുതിയൊക്കെ ലേശം പ്രശ്നമുണ്ട്. അറിയാതെ അതാണ് പ്രശ്നം. അതെവിടെയൊക്കെ പോയി. 2 പ്രാവശ്യം അത് തന്നെ അബദ്ധം പറ്റി. ഇപ്പോഴും അത് ശരിയായിട്ടില്ല. ഒന്നുകൂടെ പാടും, ആ ആലാപം മാത്രം. ഒന്നും ഇടയ്ക്കൊന്നും വന്നിട്ടില്ല ചില സാധനം. ഇത്ര വരണം. ഇടയ്ക്ക് എന്തോ ഒരു അഡീഷണൽ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡിൽ വരണം. അത് 2ഇടത്തും തെറ്റി. പിന്നെ അവസാനത്തെ എന്താണ്, ദളത്തിൽ തുളുമ്പി, ആത്മദളത്തിൽ തുളുമ്പി, അതിൻ്റെ എൻഡിലെ പല്ലവിയുടെ ആ ഒരു പോർഷനും കുറച്ച് ശ്രുതി പോയി. അപ്പോൾ നമ്മൾ നമുക്ക് പാട്ടൊന്നും അറിയാവുന്ന മറ്റുള്ള അവിടെ നിന്നാൽ മതി. കൊച്ചു കുട്ടികൾ കണ്ടിട്ടില്ലേ, നല്ല പുഷ്പം പോലെ പാടുന്നത്, വയറ് പോലെ പാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിവ് വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരും, ഒത്തിരി പേടിയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതൊന്നും വരേണ്ട, കൃത്യമായിട്ട് നമ്മൾ ഈ പാട്ടുകൾ പഠിച്ചാൽ മതി. എന്നിട്ട് അവിടെ നിന്നിട്ട് ധൈര്യമായിട്ട് കണ്ണുടച്ചങ്ങ് പാടുക. കണ്ണ് തുറന്നാലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കണ്ണങ്ങ് അടച്ചേക്കുക. എല്ലാവരെയും കാണുന്നില്ല, രണ്ടായിട്ട് നടിച്ചാൽ മാത്രം മതി. അങ്ങനെ കണ്ടാൽ മാത്രമേ ടെൻഷൻ കുറയുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനിയും ശ്രദ്ധിക്കണം. താങ്ക് യു ശ്രീകുമാർ സർ. പ്രീത മാം. രാജലക്ഷ്മി. ഹലോ മാം. നല്ല വോയിസ് ആട്ടോ. താങ്ക് യു. ആദ്യം തന്നെ ഈ പാട്ട് അങ്ങനെ അധികം ആദ്യമായിട്ട് പാടുന്നവരാണെങ്കിൽ സെലക്ട് ചെയ്യാൻ ഇത്തിരി ഒന്ന് മടിക്കും. കാരണം ഒരു സിംഗറുടെ എല്ലാ എബിലിറ്റിയും ഇതിൽ ഒരൊറ്റൊരു സോങ്ങിൽ കൂടെ തെളിയിക്കാൻ പറ്റുന്നൊരു പാട്ടാണെന്ന് എപ്പോഴും ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ അദ്ദേഹം എപ്പോഴും ഒരു സിംഗറെ കയ്യിൽ കിട്ടിയാലാ നീ ഈ പാട്ടൊന്ന് പാട്, ഈ പാട്ടാണ് പാടിച്ചു നോക്കുക. ഓക്കെ, അതിൻ്റെ ഒരു എബിലിറ്റി. അപ്പോൾ ഈ പാട്ട് സെലക്ട് ചെയ്തതിന് ഭയങ്കര നല്ല അഭിനന്ദിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ ശ്രീയേട്ടൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും അതിൽ ചേട്ടനും നോട്ട് ചെയ്യാത്തതുകൊണ്ട് അനുപല്ലവിയുടെ എൻഡിൽ മാറി എന്ന് പറയുന്ന സംഗതി വേറൊരു സംഗതിയും കൂടെ അതിൽ പാടിയിട്ടുണ്ട്. അത് പാടിയില്ല രാജലക്ഷ്മി. അതൊന്നും പാടുക അനുപല്ലവിയുടെ. ആവണി തിന്നലായി മാറി, അത് മാത്രമല്ല, ഇത് പാടിയില്ല. പിന്നെ വോയിസ് നല്ല കൺട്രോൾ ചെയ്താണ് പാടുന്നത്. പക്ഷേ ഈ പാട്ടിൽ ചില സ്ഥലത്ത് ജാനകിയമ്മ തള്ളി പാടിയിട്ടുണ്ട്, കുറച്ച് ഓപ്പൺ ചെയ്ത് പാടിയിട്ടുണ്ട് ചില സംഗതീസ് എല്ലാം. അതും മോള് കുറച്ച് സോഫ്റ്റ് ചെയ്തോ എന്ന് എനിക്കൊരു സംശയം. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ വെരി ഗുഡ്, നന്നായി പാടി. താങ്ക് യു പ്രീത മാം. രാജലക്ഷ്മി, റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൽ പാടിയിട്ടുണ്ടോ?
പാടിയിട്ടുണ്ട്. എനി ലേറ്റസ്റ്റ് പ്രൊജക്ട്സ് അങ്ങനെ? അതെ മലയാള സിനിമയിൽ പാടിയിട്ടുണ്ട്. ഇപ്പോൾ കുന്നിറങ്ങി വരുന്ന ജീപ്പ് എന്ന സിനിമയിലാണ് പാടാനുള്ള അവസരം ഉണ്ടായത്. അത് ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് കാരണം തന്നെയാണ് അത്. ഓക്കെ, അപ്പോൾ അതാണ് ഗുഡ്വിൻ ഗോൾഡൻ വോയിസ് സിംഗേഴ്സിന്റെ ഒരു പുരോഗതി അല്ലേ? അതല്ലാതെ പിന്നെ ബോളിവുഡിലും പാടിയിട്ടുണ്ട്, 2 സിനിമയിൽ പാടിയിട്ടുണ്ട്. റിയാലിറ്റി ഷോ ഈ ലെവലിൽ എത്തുമ്പോഴേക്ക് ഇതാണ് കണ്ടസ്റ്റൻസിന്റെ ഒരു അവസ്ഥ. അപ്പം ഇനി ഫിനാലേക്ക് ആകുമ്പോഴേക്കും എന്തായിരിക്കും? എനിവേ, ഇന്നത്തെ നമ്മുടെ ഈ പെർഫോമൻസിനുള്ള മാർക്സ് അറിയാം. പ്രീത മാം, ഔട്ട് ഓഫ് 50 ആണ്. ഐ എം ഗിവിംഗ് യു 40. താങ്ക് യു. ശ്രീകുമാർ സർ, ഔട്ട് ഓഫ് 50 41. ഓക്കെ, സോ ഹാപ്പി വിത്ത് ദ മാർക്സ്. 81 ഔട്ട് ഓഫ് 100. കുഴപ്പമില്ല. ഓക്കെ, യു ഹാവ് മോർ ടൈം ടു റെക്കഗ്നൈസ് ദ പ്രോബ്ലംസ് ആൻഡ് റെക്ടിഫൈ ഇറ്റ് അല്ലേ? അപ്പോൾ ഇനി അടുത്ത റൗണ്ടിൽ ഒരുപാട് ഇനിയും പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് രാജലക്ഷ്മി. വാർഷികത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ സാമ്പത്തിക പരിഷ്കാരത്തിൽ വലിഞ്ഞ രാജ്യത്തിന്റെ വ്യാപാര തലസ്ഥാനം. പണമില്ലാതെ ജനജീവിതം താറുമാറായി. കേന്ദ്ര സർക്കാരിന്റെ മിന്നലാക്രമണം പ്രഹസനമെന്ന ഉദ്ധവ് താക്കറെ. കള്ളപ്പണത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ മിന്നലാക്രമണം ഉടനെ തന്നെ ജനങ്ങളുടെ മിന്നലാക്രമണമായി ജനരോഷം രൂപപ്പെട്ടിരിക്കുകയാണെന്ന് ശിവസേന മേധാവി ഉദ്ധവ് താക്കറെ. വിദേശ നിക്ഷേപം തിരികെ കൊണ്ടുവരുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പരാജയപ്പെട്ടപ്പോൾ മുഖം രക്ഷിക്കാൻ നടത്തിയ ശ്രമമാണിതെന്നും പാർട്ടി കുറ്റപ്പെടുത്തി. ATMകളിൽ നിന്നും പണം ലഭിക്കാതായതോടെ ലക്ഷക്കണക്കിന് നഗരവാസികളും നഗരത്തിലെത്തിയ സഞ്ചാരികളും അത്യാവശ്യത്തിന് പണമില്ലാതെ വലയുന്ന കാഴ്ചയ്ക്കാണ് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം സാക്ഷിയായത്. ജനങ്ങളെ നിയന്ത്രിക്കാൻ ബാങ്ക് ജീവനക്കാരും വിഷമത്തിലായി. കയ്യിൽ പണമില്ലാതായതോടെ നഗരജീവിതം സ്തംഭിച്ചു. നഗരത്തിലെ പ്രമുഖ മാർക്കറ്റുകളെല്ലാം നിശ്ചലമായി. ചെറുകിട വ്യാപാരികളുടെ കച്ചവടം 10% പോലും നടക്കാതെയായി. കയ്യിൽ പൈസയുണ്ടായിട്ടും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ വലഞ്ഞ വീട്ടമ്മമാരും മോദിയുടെ പരിഷ്കാരത്തിൽ അത്ര ഹാപ്പിയല്ല. വരവിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റിക്ഷയ്ക്ക് വരുമ്പോഴാണേലും ബസ്സിന് കയറാനാണേലും എന്നിട്ടും ടിക്കറ്റ് ചില്ലറയുടെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം കുറഞ്ഞ ഒരു 250 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്തെങ്കിലേ ബാലൻസ് തരാനുള്ളതെന്നാണ് മുതൽ. 500 രൂപ ചേഞ്ച് ചെയ്യാത്ത കാരണം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഒത്തിരി ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. മീൻസ് റെയിൽവേ സ്റ്റേഷനിൽ പോയാലും ഇതുപോലെ മാർക്കറ്റ് വന്നാലാണെങ്കിലും എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ കൂടുതലുള്ളത് 500 രൂപ. ഇത് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് പോകുന്നത്. പണമിടപാടുകളെ കുറ്റകരമായി കാണാൻ കഴിയില്ലെന്നും പെട്ടെന്നുള്ള ഈ തീരുമാനം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കാൻ ഇടയാക്കുമെന്നും പാർപ്പിട നിർമ്മാണ മേഖലയിലെ പ്രമുഖരായ ചാംസ് ഗ്രൂപ്പ് ഡയറക്ടർ ഡോക്ടർ റോയ് ജോൺ മാത്യു പറഞ്ഞു. ഇന്ത്യ പോലെയുള്ളൊരു ദേശത്തെ ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ കുറച്ച് സമയം ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കാത്തതുകൊണ്ട് പല ജനങ്ങൾക്ക്, എസ്പെഷ്യലി മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകും. കുറേ പേര് അതിൽ നിന്ന് ഒത്തിരി പ്രോബ്ലം ഉണ്ടാകുന്നവരുണ്ടായിരിക്കും. അത് ഒരു പരിധിവരെ ഈ കെട്ടിട നിർമ്മാണത്തിലും എല്ലാ മേഖലകളിലും ഒരു മാന്ദ്യം അടുത്ത 3 വർഷം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സാമ്പത്തിക പരിഷ്കാരത്തോട് ഒട്ടും യോജിക്കാൻ തയ്യാറല്ലാത്തവരും ഉണ്ടായിരുന്നു. ഇതിന് മീഡിയേറ്റർ വർക്ക് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം അവർ സമ്പാദിക്കുക എന്നല്ലാതെ ഇവിടുത്തെ കള്ളപ്പണം മാറുകയോ അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇന്ത്യക്ക് ഉണ്ടാവുമെന്നോ ഇതുകൊണ്ട് ഉണ്ടാവുമെന്നുള്ള ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ്. എലിയെ പിടിച്ച് ഇല്ലം ചുടുന്നതിന് തുല്യമാണ്. ഇതൊരു താൽക്കാലിക പ്രതിസന്ധിയാണെന്നും ഭാവിയിൽ നാടിന്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ മാറ്റങ്ങൾ പ്രദാനം ചെയ്യുമെന്നും ബിസിനസ് രംഗത്തെ പ്രമുഖനും സാമൂഹിക പ്രവർത്തകനുമായ ഇബ്രാഹിം കുട്ടി പറഞ്ഞു. അഴിമതിക്കും ഭീകരവാദത്തിനുമൊക്കെ നമ്മുടെ നാട്ടിൽ വൻതോതിൽ പ്രചരിക്കുന്ന കള്ളപ്പണം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. 500-ന്റെയും 1000-ന്റെയും ഒക്കെ നോട്ടുകൾ പിൻവലിക്കുന്നതിലൂടെ നമ്മുടെ നാട്ടിലെ കള്ളപ്പണത്തിന് തടയിടാൻ കഴിഞ്ഞാൽ അത് തന്നെയാവും. ഇത്തരം മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ സർക്കാർ മുൻകൂട്ടി നൽകിയിരുന്നതാണെന്നും അതിനോട് പ്രതികരിക്കാത്തവരാണ് ഈ നടപടിയിൽ വിഷമഘട്ടത്തിലായതെന്നും സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖരായ ഗുഡ്വിൻ ഗ്രൂപ്പ് ഡയറക്ടർ സുനിൽ കുമാർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പണ്ട് മുതലേ 2 വർഷം മുന്നേ തന്നെ എല്ലാവരോടും ഡിക്ലെയർ ചെയ്യൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നൊക്കെ ഗവൺമെൻറ് പല രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്നാൽ പഴയ നോട്ടുകൾ ചെറിയ തുകകളായി മാറ്റിക്കൊടുക്കുന്ന ഇടപാടുകാരും അവസരം മുതലാക്കി നഗരത്തിൽ സജീവമായതോടെ സാധാരണക്കാർ ആശങ്കയിലായി. സാധാരണക്കാരെ സംബന്ധിച്ച ഈ പരിഷ്കാരം വലിയ പ്രശ്നമാകില്ലെന്നും താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ കള്ളപ്പണം തടയാനും വിലക്കയറ്റം തടയാനും ഈ നടപടി സഹായിക്കുമെന്നും കെട്ടിട നിർമ്മാണ രംഗത്തെ പ്രമുഖനായ NK ഭൂപേഷ് ബാബു പറഞ്ഞു. ഇത് ഒരു പ്രോസസ്സാക്കി നിർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ സൊസൈറ്റിക്കാണ് അതിന്റെ ഗുണം ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് ഒരു വീട് വാങ്ങാവുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സാധിക്കും എന്നാണ്. കേന്ദ്ര സർക്കാർ അവസാന നിമിഷം വരെ വളരെ രഹസ്യമായാണ് നടപടികൾ നീക്കിയതെന്നും
മന്ത്രിസഭാംഗങ്ങൾ പോലും ഈ നടപടിയിൽ അജ്ഞരായിരുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകൾക്ക് കടകവിരുദ്ധമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രിക്ക് മുംബൈയിൽ ഇന്ന് പൗരസ്വീകരണം. കേരള മുഖ്യമന്ത്രിക്ക് മുംബൈയിൽ ഇന്ന് സ്വീകരണം. ഐക്യ കേരള വജ്ര ജൂബിലി ആഘോഷ സമിതിയാണ് ചെമ്പൂർ ആദർശ വിദ്യാലയാങ്കണത്തിൽ വെച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വീകരണം നൽകുന്നത്. മുംബൈ, താനെ, നവി മുംബൈ, റായ്ഗാഡ്, കൊങ്കൺ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള വിവിധ സംഘടനാ പ്രതിനിധികളും പൗരസ്വീകരണത്തിൽ പങ്കെടുക്കും. ഇൻഫന്റ് ജീസസ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അപ്പോളോ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മുംബൈയിൽ സംഗീത ഹാസ്യവിരുന്നിന് വേദിയൊരുങ്ങുന്നു. നവി മുംബൈ കോപ്പർക്കാന ഇൻഫന്റ് ജീസസ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അപ്പോളോ ഹോസ്പിറ്റലിലെ സഹകരണത്തോടെ അരങ്ങേറുന്ന സിംഫണി നവംബർ 19 സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ വെച്ച് നടക്കും. ചുരുങ്ങിയ കാലയളവിൽ തന്നെ സോഷ്യൽ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കൊപ്പം കലാപരവും സാംസ്കാരികമായ രംഗത്തും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വിജയകരമായി തന്നെ മുമ്പോട്ട് പോകുന്നു. വൈകിട്ട് 6:30 ആരംഭിക്കുന്ന സംഗീത ഹാസ്യ പരിപാടി പ്രശസ്തരായ വിധു പ്രതാപ്, ജോത്സന എന്നിവർ നയിക്കും. നവംബർ 19 നടക്കുന്ന അപ്പോളോ സിംഫണി എന്ന പ്രോഗ്രാം ഈ ട്രസ്റ്റിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു സംരംഭമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് കൊപ്രക്കണ്ണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഫന്റ് ജീസസ് ട്രസ്റ്റ്. രാസായണിയിൽ SNDPയുടെ പുതിയ ശാഖയ്ക്ക് തുടക്കമായി. പൻവൽ ശാഖയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന മോപ്പാട SNDP യൂണിറ്റാണ് പുതിയ ശാഖയാകുന്നത്. SNDP യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പനവേൽ ശാഖയുടെ കുടുംബ യൂണിറ്റ് ആയിരുന്നു 12 വർഷക്കാലമായിട്ട് മോപ്പാടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പനവേൽ ശാഖയുടെ അവിടുത്തെ മെമ്പർമാരുടെയും ഹെൽപ്പ് കൊണ്ടും ഗുരുസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും ഇന്നിവിടെ നമ്മളൊരു മോപ്പാടയിൽ പുതിയ ശാഖ രൂപീകരിക്കാൻ ശാഖയുടെ ഉദ്ഘാടനവും ക്ഷേത്ര പ്രതിഷ്ഠയുടെ വാർഷികവും സംയുക്തമായി നടന്നു. ശ്രീനാരായണ ഗുരു, അയ്യപ്പസ്വാമി, ബാലാജി എന്നീ പ്രതിഷ്ഠകളെ ആരാധിക്കുന്ന അപൂർവ ക്ഷേത്രമാണ് രാസായനിയിലെ മോപ്പാട ആസ്ഥാനമായി സ്ഥിതി ചെയ്യുന്നത്. ഗുരുമന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിനീത് ശാന്തി കാർമ്മികത്വം വഹിച്ചു. സാബു ഭരതൻ, C പത്മനാഭൻ തുടങ്ങിയവർ നേതൃത്വം നൽകിയ ചടങ്ങിൽ സമുദായത്തിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ഫാസ്റ്റ് ന്യൂസിയുടെ പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്കായി ട്യൂണിൻ കൈരളി MP.